അബുദാബിയിലാണ് യുവാനാശ കരുതിയ പോക്കർക്കാവുടനെ തന്നെ 16,000-ഓളം രൂപ ലഭിക്കണം. അതിനുള്ള വഴി എന്തെന്നെ അന്തിക്കും പകൽ ചിന്തിച്ചേറെ സൂയിപ്പായി. 5-6 മാസം കടന്നേ അന്തം വിട്ടാളെ പോലെ വീട്ടിലിരിക്കുമ്പോൾ ആരംഭമാണവി വന്നേ മാണവിയും ചോദ്യം തുടങ്ങുന്നേ. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്? വല്ലായ്മ ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ എന്നോട്. വാക്കേറ്റം തല്ല് നടന്നോ ഗതികേട്? തങ്കമൂകം വാടി കാണാൻ എനിക്കൊട്ടും താക്കത്തതില്ലല്ലോ കരളെ തടിക്കൊട്ടും. സങ്കേടം തെല്ലും മനസ്സിൽ കരുതണ്ട, സംഭവം ചൊല്ലുവാനൊട്ടും മടിയണ്ട എന്ന് പറഞ്ഞ് പെണ്ണൊന്ന് സോപ്പിട്ട് മനമാറിയാതെ വലഞ്ഞ് പോക്കരാതിൽപ്പെട്ട്. തടിക്ഷീണം തെല്ലും പറയാനായിട്ടെനിക്കില്ല, തരുളേയോരൽപ്പം പണത്തിനായി ഗതിയില്ല. അത് കേട്ട് ബീവിയും ചോദിക്കുന്നു അന്നേരത്ത്, അല്ല ഇപ്പോഴെന്ത് കാര്യത്തോടാണോ ഹാജത്ത്? എനിക്ക് പോണം അബുദാബിക്ക്, മരിച്ചു പോകും അതിനിടയ്ക്ക്. കണക്കില്ലാതെ ജനങ്ങൾ ചെന്ന് കനത്ത പൊന്നും പണം വരുന്നേ. കടന്ന് ചെന്നാൽ കനകക്കട്ട കഴിയും പോലെ കയറ്റിക്കൂട്ടാം. മടങ്ങി വന്നാൽ പ്രമാണിയെന്ന് മടി കൂടാതെ പറയും എന്നെ. അല്ല ഇതെന്താണ് പുന്നാരെ നിങ്ങൾ അല്ലൽ പറയുന്നു തന്നാലേ? ഇല്ല പണം യാത്ര ചെയ്യാൻ, ഇത് എല്ലാം ഇലാഹിൻ വിധിയാണേ. അല്ല ഇതെന്താണ് പുന്നാരെ നിങ്ങൾ അല്ലൽ പറയുന്നു തന്നാലേ? ഇല്ല പണം യാത്ര ചെയ്യാൻ, ഇത് എല്ലാം ഇലാഹിൻ വിധിയാണേ. ആശ മനസ്സിനൊഴിച്ചോളി, നേശക്കനിയാളെ കഞ്ഞി കുടിച്ചോളി. ആശ മനസ്സിനൊഴിച്ചോളി, നേശക്കനിയാളെ കഞ്ഞി കുടിച്ചോളി.